قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി, നസ്സായി പറഞ്ഞ ഒരു കാര്യമാണ് ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും എന്ന്. അഥവാ വിശ്വാസികൾക്ക് ഹറാമാക്കിയിരിക്കുന്നു സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യുന്നത്, സ്വന്തം മകളെ വിവാഹം ചെയ്യുന്നത്, സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യുന്നത്, സ്വന്തം പിതൃ സഹോദരിയെ വിവാഹം ചെയ്യുന്നത്, മാതൃ സഹോദരിയെ വിവാഹം ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ഖുർആൻ വേറെ കുറേ ആളുകളുടെ ലിസ്റ്റും നിരത്തുന്നുണ്ട്. ഇതിൽ അള്ളാഹു പറയുന്നത് മകളെ വിവാഹം ചെയ്യുന്നത് വിശ്വാസികൾക്ക് നിഷിദ്ധമാണ്. സ്വന്തം മകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഈ ആയത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും ആ മകൾ എന്ന് പറയുന്നത് നേരെ ചൊവ്വേ വിവാഹത്തിലൂടെ ഉണ്ടായ മകളല്ല, മറിച്ച് അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ മകളാണെങ്കിലും ആ മകളെ കല്യാണം കഴിക്കുന്നതും നിഷിദ്ധമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ ചുവട് പിടിച്ചിട്ട് 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും ഹറാമാണെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇമാം ഷാഫി റഹ്മഹുല്ലാ അദ്ദേഹം പക്ഷേ ഇതിനെ ഹറാമാക്കിയിട്ടില്ല. പക്ഷേ വെറുക്കപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇമാമുകൾ ചെയ്തതുപോലെ ഇത് ഹറാമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല ഫതഹുൽ മുഈൻ എന്ന് പറയുന്ന ഷാഫി മദ്ഹബിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ ഈ വിവാഹത്തിൻ്റെ അധ്യായത്തിൽ ഈ വിവാഹം ആരെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ കാര്യം വിശദീകരിക്കുമ്പോൾ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായ മകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വിവാഹം കഴിക്കാം, അനുവദനീയമാണ്, പക്ഷേ വെറുക്കപ്പെട്ടതാണ് എന്ന രൂപത്തിലാണ് ഷാഫി കർമ്മശാസ്ത്രം ആ വിവാഹത്തെ നോക്കിക്കാണുന്നത്. നമ്മൾ അതാണ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് എക്സ് മുസ്ലിങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിവാദമായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അത് സംബന്ധമായി ഒരു കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് 3 മദ്ഹബിൻ്റെ ഇമാമുകളും അഥവാ 4-ൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും അത് ഹറാമാക്കിയിട്ടും ഷാഫി മദ്ഹബ് അത് ഹറാമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ
ഷാഫി മദ്ഹബിൽ അത് നിഷിദ്ധമല്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു അസഹ്യതയുണ്ട്. കാരണം 3 മദ്ഹബ് അത് ഹറാമാണെന്ന് വിധിച്ചിരിക്കുകയാണ്. എന്നിരിക്കെ ഷാഫി മദ്ഹബ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഷാഫി ചിന്താധാരയിലാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളോട് നിങ്ങളുടെ മദ്ഹബ് ഏതാണെന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബ് എന്നാണ് പറയുക. പക്ഷേ ഷാഫി മദ്ഹബിൽ ഇത് നിരോധിച്ചിട്ടില്ല, ഇത് ഹറാമാക്കിയിട്ടില്ല, ഇത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞതുപോലെ മദ്ഹബുകളെയും മദ്ഹബുകളുടെ അഭിപ്രായങ്ങളെയും മദ്ഹബായിട്ടും മദ്ഹബിൻ്റെ അഭിപ്രായമായിട്ടും മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ടും കാണുന്നതിന് പകരം നമ്മൾ അതിനെ കാണുന്നത് മദ്ഹബിനെ ദീനായിട്ടും മദ്ഹബിൻ്റെ അഭിപ്രായത്തെ ദീനിലെ വിധികളായിട്ടുമാണ് മുസ്ലിം സമൂഹം കാണുന്നത്. മദ്ഹബിനെ ദീനായിട്ടും മദ്ഹബിലെ അഭിപ്രായങ്ങളെ ദീനീ വിധികളായിട്ടും കാണുന്നു. ഇങ്ങനെ കാണുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഷാഫി മദ്ഹബ് പിന്തുടർന്ന് വരുന്നവരാണ് എന്ന് പറയുമ്പോൾ ഷാഫി മദ്ഹബിൽ ഇത് ഹറാമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. കാരണം നമ്മളെ മനസ്സിലാക്കിയിടത്തോളം ഷാഫി മദ്ഹബിൽ അത് ഹറാമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാമാന്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനിൽ അത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നുക. ഷാഫി മദ്ഹബിൽ അത് ഹറാമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമല്ല. ഷാഫി മദ്ഹബാണ് എൻ്റെ മദ്ഹബ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ഇസ്ലാമിൻ്റെ നിലപാടാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെയാണ്, ഇസ്ലാമിൽ നിഷിദ്ധമല്ല എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒരു പ്രശ്നം. മദ്ഹബിനെ മദ്ഹബായിട്ട് കാണുന്നതിന് പകരം മദ്ഹബിൻ്റെ പണ്ഡിതന്മാരെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായിട്ട് കാണുന്നതിന് പകരം ദീനായിട്ടും ദീനിലെ വിധിയായിട്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. രണ്ടാമത്തെ കാരണം വിവാഹത്തിലൂടെയല്ല, വ്യഭിചാരത്തിലൂടെയാണെങ്കിലും സ്വന്തം ബീജത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്, വിവാഹം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് വിഭാവന ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും അസഹ്യമായ കാര്യമാണ്. വിഭാവന ചെയ്യാൻ പോലും പറ്റില്ല. ഒരാളുടെ ബീജത്തിൽ പിറന്ന കുട്ടി ആ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കല്യാണം കഴിക്കുന്നത് പോകട്ടെ, അത് വിഭാവന ചെയ്യാൻ പോലും മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിക്ക് സാധിക്കില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്, മുഖ്യമായും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഷാഫി മദ്ഹബിൽ ഇത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. കാരണം ഇസ്ലാമിൽ അത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് വസ്തുതയെങ്കിലും ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ബഹുമാന്യരായ ഒരു കുറേ പണ്ഡിതന്മാർ കറാഹത്തിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ നിരത്തി ഷാഫി മദ്ഹബിലും ഇത് നിഷിദ്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള വിഫലമായ ശ്രമം നടത്തി. കറാഹത്ത് എന്ന പദത്തിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ സമർപ്പിച്ചിട്ട് ഇത് ഷാഫി മദ്ഹബിലും ഇത് നിഷിദ്ധമാണ് എന്ന ഒരു ന്യായം, ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. വേറെ കുറെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ചെയ്തത് ഷാഫി മദ്ഹബിൽ അത് നിഷിദ്ധമല്ലെങ്കിലും ആ നിഷിദ്ധമല്ലാതാക്കിയതിന് അതിൻ്റെ പുറകിൽ യുക്തിപരവും മതപരവും സാമൂഹികവുമായിട്ടുള്ള ചില യുക്തികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് വശകേടാകുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഷാഫി കർമ്മശാസ്ത്രത്തിൽ വ്യഭിചാരം വഴി ഉണ്ടായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാവുന്നതാണ്, വെറുക്കപ്പെട്ട കാര്യം എന്നാണ് അതിൻ്റെ വിശദീകരണമെങ്കിലും അതിന് മതപരവും യുക്തിപരവും സാമൂഹികവുമായ ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവർക്ക് പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ല? അത് ഇസ്ലാമിലെ 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണത് എന്നതുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക നിലപാടല്ല. ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിൽ ഇസ്ലാമിലെ 3 മദ്ഹബുകളും ഇത് ഹറാമാക്കിയിരിക്കുകയാണ്. ഇത് ഷാഫി മദ്ഹബിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എന്ന് പറയാൻ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്ക് പറ്റുന്നില്ല.
അതവർക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ ന്യായീകരണം പറയുന്നത്. അതിൻ്റെ പുറകിൽ യുക്തി ഉണ്ട്, അതിൻ്റെ പുറകിൽ മതപരമായ മാനമുണ്ട്, അതിൻ്റെ പുറകിൽ സാമൂഹ്യമായ മാനമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ചോദ്യം ഉണ്ടല്ലോ, ബാക്കി വരുന്ന 3 മദ്ഹബിൻ്റെ ഇമാമുകൾക്കും ഇതൊന്നും തിരിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ മാനങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവർക്ക് ഇത് ന്യായീകരിക്കേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും തബ്ലീഗ് ജമാഅത്തിനെയും ഒക്കെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമുഖനായ കേരളത്തിലെ ഒരു പണ്ഡിതൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഷാഫി ഇമാം പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല, ഫത്ഹുൽ മുഈന്റെ ഗ്രന്ഥകർത്താവ്, മുസന്നിഫ്, ഒരു കാര്യം പറഞ്ഞു, അത് തെറ്റിപ്പോയി. അതിനെന്താ പ്രശ്നം? കാരണം ഇവരാരെങ്കിലും നബിമാരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ചോദ്യം ന്യായമാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇവരെന്താ നബിയാണോ? ഒരു തെറ്റും പറ്റൂല എന്ന് വിശ്വസിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ബുഖാരിയും ഷാഫിയും മഖ്ദൂമും പറഞ്ഞത് ശരിയാക്കലല്ലോ നമ്മുടെ പണി. ബുഖാരിയും ഷാഫിയും മഖ്ദൂമും പറഞ്ഞത് ശരിയാക്കലല്ലോ നമ്മുടെ പണി ഇസ്ലാമിനെ ശരിയാക്കലാണ് എന്നുകൂടി അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതുപോലെ പറയാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് കഴിയാതെ പോകുന്നത്? ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം, അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഒരു വീക്ഷണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുരുക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇതിന് മതപരമായ ന്യായമുണ്ട്, ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മതപരമായ ന്യായമുണ്ട്, യുക്തിപരമായ ന്യായങ്ങളുണ്ട്, സാമൂഹ്യമായ ന്യായങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ പറയേണ്ടി വരുന്നതിനൊരു കാരണമുണ്ട്. കാരണം മദ്ഹബുകളെ ഇവർ നോക്കിക്കാണുന്നതിൻ്റെ പ്രത്യേകതയാണത്. നമുക്ക് ഇവർക്ക് മറുപടി പറയലോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യലോ അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് മദ്ഹബിനെ കുറിച്ചൊക്കെ, മദ്ഹബിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ. മദ്ഹബിനെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ് മദ്ഹബിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. അതോടൊപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്, അഥവാ പ്രവാചകൻ തിരുമേനി, സാക്ഷാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഈ ലോകത്തോട് വിട പറഞ്ഞ് 70 കൊല്ലം കഴിഞ്ഞിട്ടാണ് മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഏറ്റവും ഉന്നതനായ ആദ്യത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത്. പ്രവാചകൻ തിരുമേനി ലോകത്തോട് വിട പറഞ്ഞിട്ട് 70 കൊല്ലത്തിന് ശേഷമാണ്, അഥവാ ഹിജ്റ 80-ാം കൊല്ലമാണ് ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത്. ഇമാം ഷാഫി റഹ്മഹുല്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷം 140 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. 1.5 നൂറ്റാണ്ടോളം കഴിഞ്ഞിട്ടാണ് ഇമാം ഷാഫി ജനിക്കുന്നത്. ഇങ്ങനെ 70 നൂറ്റാണ്ടും 70 വർഷവും അതുപോലെ തന്നെ 140 വർഷവും കഴിഞ്ഞ് ജനിച്ച് അവർ രൂപപ്പെടുത്തിയതാണ് മദ്ഹബിലെ അഭിപ്രായങ്ങൾ. അവർ രൂപപ്പെടുത്തിയതാണ്. ആ അഭിപ്രായത്തെക്കുറിച്ച്, ആ മദ്ഹബിനെ കുറിച്ച് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ആ മദ്ഹബിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർക്ക് മദ്ഹബിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ന്യായീകരിക്കൽ നിർബന്ധമായി മാറും. അത് ഖുർആനിക വിരുദ്ധമായാലും ശരി, അത് യുക്തിവിരുദ്ധമായാലും ശരി, അത് സുന്നത്ത് വിരുദ്ധമായാലും ശരി, അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഇവർ ബാധ്യസ്ഥരായി മാറുന്നതിൻ്റെ കാരണം മദ്ഹബിനെ കുറിച്ച്, മദ്ഹബിലെ അഭിപ്രായങ്ങളെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ പണ്ഡിതന്മാരുടെ പേരൊന്നും പറയുന്നില്ല, കാരണം അവരെ കുറ്റപ്പെടുത്തലല്ല നമ്മുടെ ആവശ്യം. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഈ മദ്ഹബുകളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു പ്രമുഖ പണ്ഡിതൻ പറയുകയാണ്, മദ്ഹബുകളിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പരിഹരിക്കാനാകാത്ത വിഷയങ്ങൾ അന്ത്യനാളോളം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുമെന്ത്? വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഊന്നി നിന്നുകൊണ്ട് പരിഹരിക്കാത്ത ഒരു പ്രശ്നവും മുസ്ലിം സമൂഹത്തിന്റെ മുൻപിലില്ല, വരില്ല. അതിൽ ഊന്നി നിന്നുകൊണ്ട് പരിഹരിക്കാം. കാരണം പ്രപഞ്ചനാഥനായ, സൃഷ്ടാവായ, സർവകാലജ്ഞാനിയായ പടച്ച തമ്പുരാൻ്റെതാണ് വിശുദ്ധ ഖുർആൻ. എന്ത് പ്രശ്നത്തിലും അതിനകത്തൊരു ബേസ് ഉണ്ടാകും. കാരണം എന്താ? ത്രികാലജ്ഞാനിയാണ് റബ്ബ്. അത് വെച്ചിട്ടാണല്ലോ ഖുർആൻ അവതരിക്കുക എന്ന് പറയുന്നത്. അതല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് മദ്ഹബുകളുടെ അടിസ്ഥാനങ്ങൾ. മദ്ഹബുകൾക്ക് എന്താണ് പ്രത്യേക അടിസ്ഥാനമുള്ളത്?
ഇസ്ലാമിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റും. നേർക്ക് നേരെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിലില്ല, ഉണ്ടാവേയില്ല, ഉണ്ടാകേണ്ടതുമില്ല. പക്ഷേ 70 നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായ 1400 കൊല്ലം 1400ഓളം കൊല്ലം അപ്പുറത്താണ് ഈ മദ്ഹബിന്റെ ഇമാമുകൾ ഉള്ളത്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 70ഉം 150ഉം 140ഉം കൊല്ലങ്ങൾക്ക് ശേഷമാണ് മദ്ഹബിന്റെ ഇമാമുകൾ വന്നിട്ടുള്ളത്. ഇവരുടെ മദ്ഹബുകളുടെ അടിസ്ഥാനങ്ങളിൽ ഊന്നിന്നുകൊണ്ട് പരിഹരിക്കാനാകാത്ത ഒരു വിഷയം അന്ത്യാൾ വരെ മുസ്ലിങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും മദ്ഹബിനെ അവലംബിക്കാവുന്നതാണ്. ഒരു മാറ്റം ഉണ്ടാവില്ല അതിനകത്ത് ഉണ്ടെന്നാണ്. അപ്പൊ അടിസ്ഥാനങ്ങളിൽ ഊന്നി എന്ന് പരിഹരിക്കണമെന്നാണ്. അപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അതിനകത്തില്ല. അതിന്റെ അടിസ്ഥാനങ്ങളിൽ ഊന്നി എന്നുകൊണ്ട് പരിഹരിക്കലാണ് വേണ്ടത്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന് വേറെ ഒരു ബഹുമാനായ പണ്ഡിതൻ പറയുന്ന നോക്കിയേ, ലോകാവസാനം വരെയും ഉള്ള മതവിധികളെല്ലാം, ലോകാവസാനം വരെയുള്ള മതവിധികളെല്ലാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഖുർആനിൽ നിന്ന് ഗവേഷണം വേണമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാലാന്തരത്തിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും പ്രവാചകന്റെ തിരുസുന്നത്തും വച്ച് ഗവേഷണം നടത്തിയാണ് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി ഒരു ഉത്തരവും കണ്ടെത്താനില്ല, അന്ത്യനാൾ വരെയുള്ളതെല്ലാം മദ്ഹബിന്റെ കിതാബുകളിൽ ഉണ്ടെന്നാണ്. സ്വാഭാവികമായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയാണെങ്കിൽ ആ കിതാബിലുള്ളതിനെ ന്യായീകരിക്കാൻ ഇവർ ബാധ്യസ്ഥരല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് മദ്ഹബുകളുടെ കിതാബുകളിൽ, ഞാൻ ഒരു ഖുതുബയിൽ പറഞ്ഞല്ലോ, തഫ്സീറുകളിലും ഖുർആൻ വിരുദ്ധമായ, യുക്തിവിരുദ്ധമായ, മാനവിക വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നുകൂടിയിട്ടുള്ളത്. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം, മൗനം പാലിക്കണം. അപ്പോൾ മദ്ഹബിൽ എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതോ ഉള്ളതൊക്കെയോ ശരിയുമാണ് ആവണമല്ലോ. മറ്റൊരു പണ്ഡിതൻ പറയുന്നു നോക്കിയേ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ പകർപ്പാണ് ഓരോ മദ്ഹബും. അപ്പോൾ ഒരു മദ്ഹബിൽ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഉണ്ടെന്നായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഷാഫി മദ്ഹബിൽ വ്യഭിചാരത്തിലുണ്ടായ പുത്രിയെ കല്യാണം കഴിക്കാൻ എന്ന് ഷാഫി മദ്ഹബിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഉണ്ടെന്നായില്ലേ? എന്നാൽ ഇസ്ലാമിലുള്ള കാര്യമാണോ അത്? അങ്ങനെ ബാക്കി എന്തേ 3 മദ്ഹബുകൾ അത് ഹറാമാക്കിയത്? അവർക്ക് ഇതൊന്നും തിരിഞ്ഞില്ലേ? ഈ ഇസ്ലാം അവർക്കും തിരിഞ്ഞില്ലേ? ഈ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ മറിച്ചൊരു ചോദ്യമില്ല. അപ്പോൾ 4 മദ്ഹബും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പകർപ്പാണ്. ഇനി മറ്റൊരു പണ്ഡിതൻ പറയുന്നത് നോക്കിയേ, ഇതെല്ലാം ഒരു പണ്ഡിതനല്ല പറയുന്നതും കൂടി നമ്മൾ ആലോചിക്കണം. വേറൊരു പണ്ഡിതൻ പറയാണ് 4 മദ്ഹബും ഹക്കാണ്, സത്യമാണ് എന്ന് പറഞ്ഞാൽ ആ മദ്ഹബിൽ ഉള്ളത് സത്യമാണെന്നാണല്ലോ ഈ പറയുന്നത്. അതിനപ്പുറം സത്യമേ ഇല്ല. അതാണ് സുന്നത്ത് ജമാഅത്ത്. മദ്ഹബിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ നോക്കൂ. ഇനി ഏറ്റവും അപകടകരമായ ഒരു വാദം മദ്ഹബിനെ കുറിച്ച് ഇവർക്കുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നത് പണ്ഡിതന്മാരല്ല, സാമാന്യ മുസ്ലിങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. തീരെ വിവരം കുറഞ്ഞ ആളുകൾ വരെ ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നു, ഏറ്റവും വിവരം കുറഞ്ഞ ആളുകൾക്ക് വരെ ഇത് അബദ്ധമാണെന്ന് തോന്നും. അത്രമാത്രം മാരകമായ അബദ്ധമാണ് മദ്ഹബുകളെ കുറിച്ച് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 4 മദ്ഹബുകളും സത്യത്തിൽ അധിഷ്ഠിതമാണ്. അവരിൽ ആര് പറഞ്ഞതും അള്ളാഹു അംഗീകരിച്ച് ശർആക്കി കഴിഞ്ഞതാണ്. അവർ പറഞ്ഞതിനുള്ള തെളിവ് നാം അന്വേഷിക്കണമെന്നോ അറിയണമെന്നോ ഇല്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. അള്ളാഹ് ശർആക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ സഹോദരന്മാർക്കറിയാവോ? അള്ളാഹ് ശർആക്കി എന്ന് പറഞ്ഞാൽ എവിടെ ശർആക്കണം? അള്ളാഹ് ശർആക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിയമമാക്കിയതാണ്. അള്ളാഹ് ഒരു കാര്യം നിയമമാക്കണം, എവിടെ ആക്കണം? ഒന്നുകിൽ ഖുർആനിലാക്കണം. കാരണം ഖുർആനിൽ ഒരു ആയത്ത് കാണണം ഇത് ശർആക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഇപ്പോൾ മദ്യം ഹറാമാണെന്ന് ശർആക്കിയേക്കണതാണല്ലോ. വ്യഭിചാരം ഹറാമാണെന്ന് ശർആക്കിയേക്കണതാണ്. പലിശ പാടില്ല എന്ന് ശർആക്കിയേക്കണതാണ്. മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ശർആക്കിയേക്കണതാണ്. കാരണം ഹുര്രിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും എന്ന് പറഞ്ഞ് ശർആക്കിയതാണ്. ഇങ്ങനെ എല്ലാം ശർആക്കിയതാണ്. ഇത് ഖുർആനിൽ പറഞ്ഞതിനാണ് നമ്മൾ ശർആക്കി എന്ന് പറയുന്നത്, അള്ളാഹ് ശർആക്കി എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എവിടെ വേണം? സുന്നത്തിൽ വേണം. അള്ളാഹുവിൻ്റെ റസൂല് പറയണം ഇത് ശർആക്കിയിരിക്കുന്നു എന്ന് പറയണം. പ്രവാചകൻ വഫാത്തായി 70 കൊല്ലം 150 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പണ്ഡിതൻ പറഞ്ഞത് അള്ളാഹ് ശർആക്കി എന്ന് പറയണമെങ്കിൽ അസാമാന്യ തൊലിക്കട്ടി വേണ്ടേ? എന്നിട്ട് പറയുന്നു അവർ പറഞ്ഞു വച്ചതിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ തെളിവ് അന്വേഷിക്കേണ്ടതില്ല, ഇതൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? ഈ പറഞ്ഞു വെച്ചതെല്ലാം ഇസ്ലാമിൻ്റേതാണെന്നല്ലേ?
ഈ പറഞ്ഞു വെച്ചതെല്ലാം ഇസ്ലാമിൻ്റെതാണെന്നല്ലേ? എന്താണ് ഈ പറയുന്നത്? അള്ളാഹ് ശറായ്ക്കുന്നൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ഇങ്ങനെ മദ്ഹബിനെ കുറിച്ച് കാഴ്ചപ്പാട് ഞാൻ രൂപപ്പെടുത്തിയാലും നിങ്ങൾ രൂപപ്പെടുത്തിയാലും ഏത് പണ്ഡിതൻ രൂപപ്പെടുത്തിയാലും അയാൾ പെടും. കാരണം നമുക്ക് ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇതിനർത്ഥം ആ പണ്ഡിതന്മാരെ എല്ലാം പാടേ തള്ളണം എന്നല്ല. ഇസ്ലാമിൻ്റെ ചില ബേസിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്. ഒരു വിശ്വാസിക്ക് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒരു വിശ്വാസിക്ക് മുസ്ലിമായി സത്യശുദ്ധമായി സുഗമമായി ഇവിടെ ജീവിക്കണമെങ്കിൽ 3 കാര്യം വേണം. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ വേണം. രണ്ടാമത്തേത് തിരുസുന്നത്ത് വേണം. മൂന്നാമത്തേത് ഫിഖ് വേണം, അഥവാ കർമ്മശാസ്ത്രം വേണം. ഇത് 3ഉം അത്യാവശ്യമാണ് ഇവിടെ ജീവിക്കാൻ. ഇത് 3 അത്യാവശ്യമാണ്. ഖുർആനെ നമുക്ക് തള്ളാൻ പറ്റില്ല, റസൂലിൻ്റെ സുന്നത്തിനെ നമുക്ക് തള്ളാൻ പറ്റില്ല, ഫിഖിനെ തള്ളിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഫിഖ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ ഇംപ്ലിമെൻറ്റേഷനാണ്. അത് അപ്ലൈ ചെയ്യേണ്ടതാണ് നമുക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് ഫിഖ് ആവശ്യമാണ്, കർമ്മശാസ്ത്രം ആവശ്യമാണ്. ഈ കർമ്മശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്ത മദ്ഹബിൻ്റെ ഇമാമുകളടക്കം മുഴുവൻ പണ്ഡിതന്മാരും ആദരണീയരാണ്, ബഹുമാന്യരാണ്. അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഒരു ശക്തിയുടേതാണ്, സുന്നത്ത് ഒരു വ്യക്തിയുടേതാണ്, ഫിഖ് പല വ്യക്തികളുടേതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ശക്തിയുടേതാണ്, സുന്നത്ത് ഒരു വ്യക്തിയുടേതാണ്, ഫിഖ് പല വ്യക്തികളുടേതാണ്. ഖുർആൻ അള്ളാഹുവിൻ്റേതാണ്. ശക്തിയുടേതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു വെച്ചതിൽ ഒരബദ്ധവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനിൽ ഒരബദ്ധമുണ്ട് എന്ന് ലോകത്ത് ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ പാടില്ല. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൻ്റെ ഓരോ വാക്കുകളും നിർണിതമാണ്. അതിൻ്റെ ഓരോ വാക്കുകളിലും ദൈവീകത അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഖുർആനിലെ ഈ ആയത്ത് പറ്റൂല, ആ ആയത്ത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല മുസ്ലിമിന്. രണ്ടാമത്തേത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രായോഗിക ജീവിതമാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്. ഏറ്റവും നല്ല മോഡലുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രവാചകൻ്റെ ജീവിതത്തിൽ. അഥവാ പ്രവാചകൻ്റെ ജീവിതമാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്തിലും അബദ്ധങ്ങൾ ഉണ്ടാവില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ സുന്നത്ത് ദൈവപ്രചോദിതമാണ്. ദീനുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ അതിനകത്തൊരു പക്ഷേ അബദ്ധങ്ങൾ ഉണ്ടാകും. കാരണം അത് പ്രവാചകൻ എന്നുള്ള നിലക്ക് വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് അതിനുള്ള തെളിവുകൾ നമുക്ക് പ്രവാചക ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ അതിനകത്ത് അബദ്ധമുണ്ടാവില്ല. കാരണം റസൂല് അള്ളാഹുവിൻ്റെ റസൂലാണ്, അത് ദൈവപ്രചോദിതമായിട്ടാണ് പറയുന്നത്. അതിനകത്ത് അബദ്ധം വന്നാൽ പ്രവാചകൻ പിന്നെ മാതൃകയാണെന്ന് പറയാൻ പറ്റൂല. ഇനി എന്തെങ്കിലും ഒരു അബദ്ധം അതിൽ വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം തിരുത്തും. ആ തിരുത്തിയതിൻ്റെ ഡസനോളം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മളൊരു ഖുതുബയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹ് തിരുത്തും. കാരണം പ്രവാചകൻ മോഡലായ ഒരാളുടെ ജീവിതത്തിൽ അബദ്ധം എന്ത് ചെയ്യാൻ പാടില്ല, നിലനിൽക്കാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് മാതൃകയാണ് അദ്ദേഹം. അപ്പം അള്ളാഹ് എന്തെങ്കിലും അബദ്ധം വന്നാൽ അപ്പം അള്ളാഹ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചക ജീവിതത്തിൽ എന്തില്ല, അബദ്ധങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ഫിഖ് എന്ന് പറയുന്നത്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇഖ്ലാസോടുകൂടി നടത്തുന്ന അന്വേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ചിന്തയുടെയും മനനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ കൊണ്ടുവരുന്ന നിയമനിർദ്ദേശങ്ങളാണ് ഫിഖ് എന്ന് പറയുന്നത്. ഇവർ പാപരഹിതരല്ല, ഇവർ പണ്ഡിതന്മാരാണ്, മനുഷ്യരാണവർ. അതുകൊണ്ട് തന്നെ ഫിഖിൽ അബദ്ധങ്ങൾ ഉണ്ടാകാം.
ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടമുണ്ടാകാം. സ്ഥലകാല വ്യത്യാസം അനുസരിച്ച് അഭിപ്രായങ്ങൾ മാറാം. ഇതൊക്കെ ഫിഖ്ഹിൽ ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫിഖ്ഹ് മനുഷ്യബുദ്ധിയിൽ വന്നതാണ്. ഇന്റലക്ച്വൽ എക്സസൈസ് ആണ് എന്ത് ഫിഖ്ഹ് എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിയുടെ ഔട്ട്പുട്ടാണത്, മനുഷ്യന്റെ ബുദ്ധിയുടെ ഔട്ട്പുട്ടാണത്. ഇമാം ഷാഫി റഹ്മഹുല്ല, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല, ഇമാം മാലിക് റഹ്മഹുല്ല, ഇവരെല്ലാവരും ആത്യന്തികമായി മനുഷ്യരാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ അബദ്ധം പറയാം, സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചോദിച്ചത്, ഷാഫി പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് എന്താ പറ്റാൻ പോണത്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ല പറഞ്ഞ ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് വിചാരിച്ചപ്പോൾ എന്താ വരാൻ പോണത്? നമുക്ക് അവരെ ശരിയാക്കലല്ലോ ആവശ്യം, അവർ മനുഷ്യരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇമാം ഷാഫി റഹ്മഹുല്ല, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ജദീദും ഖദീമുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ജദീദായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ന്യൂ ഒപ്പീനിയൻ അഥവാ പുതിയ അഭിപ്രായമാണ്. ഖദീമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഓൾഡ് ഒപ്പീനിയൻ അഥവാ പഴയ അഭിപ്രായം എന്നാണ്. ഇമാം ഷാഫി റഹ്മഹുല്ല ഇറാഖിലെ ബാഗ്ദാദിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഖദീമായ കൗല് എന്ന് പറയുന്നത്. അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് ഈജിപ്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ പുതിയ ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പുതിയ യുക്തിചിന്തകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്നിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ വച്ച് രേഖപ്പെടുത്തിയ അഭിപ്രായത്തെയാണ് ജദീദായ കൗല് അഥവാ ന്യൂ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് സംഭവിക്കാമെന്നല്ലേ, ഈ അബദ്ധം സംഭവിക്കാമെന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലത്താണ് ഒരു പണ്ഡിതൻ പറയാണ് ഞാൻ 1990 പറഞ്ഞ ആ അഭിപ്രായം ശരിയല്ല, ഞാൻ കുറച്ചുകൂടിയൊക്കെ ചിന്തിച്ചപ്പോൾ മറ്റൊരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അത് ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ ജന്മത്തിൽ ആ പണ്ഡിതൻ നമ്മൾ അംഗീകരിക്കൂല. ഇങ്ങനെ ഇറാഖിൽ ചെന്ന് നിന്ന് ഒരു അഭിപ്രായം പറയാ, ഈജിപ്തിൽ ചെന്ന് നിന്ന് വേറൊരു അഭിപ്രായം പറയാ. ദീനിനെ കുറിച്ചാണ് ഈ അഭിപ്രായം പറയുന്നതും കൂടി നിങ്ങളത് ആലോചിക്കണം. കർമ്മശാസ്ത്രമാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. നമ്മളാണ് എന്ത് പറയും, ഇയാളെ നമ്മൾ ആ പണ്ഡിതനായിട്ട് അംഗീകരിക്കും ആദ്യം അദ്ദേഹത്തിനെ. ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ജദീദായ കൗല് ഖദീമായ കൗല് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ വിഷയത്തിലാണ് അദ്ദേഹം പഴയ അഭിപ്രായം പറഞ്ഞത്, ഏതൊക്കെ വിഷയത്തിലാണ് അദ്ദേഹം പുതിയ അഭിപ്രായം പറഞ്ഞത്? നമ്മളാണെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ അയാൾ അംഗീകരിക്കൂല. നമ്മൾ ആദ്യം പറയും ഇങ്ങനെ ഒരു പണ്ഡിതനായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റൂല. എങ്ങനെ അംഗീകരിക്കും? നാളെ ഇതും അദ്ദേഹം മാറ്റി പറഞ്ഞാലോ എന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുക. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പണ്ഡിതന്മാരോ നമ്മുടെ സംഘടനാ നേതാക്കന്മാരോ ഇന്ന് വരെയുള്ള നിങ്ങളുടെ പരിചയത്തിനിടയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം തെറ്റായിരുന്നിട്ടോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും കാര്യം തെറ്റാണെന്ന് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണോ ഇതിനർത്ഥം? അല്ല. അതാണ് മനുഷ്യൻ. ഇവിടെയാണ് ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ ഡിഗ്നിറ്റി, അന്തസ്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് തിരുത്തി. എന്നിട്ട് എൻ്റെ പുതിയ അഭിപ്രായം അതും തെറ്റാണെന്ന് നമുക്ക് വിലയിരുത്താവണമെങ്കിൽ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാർ സ്വീകരിച്ചിട്ടില്ല. ഈ ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ ഏറ്റവും പുതിയ അഭിപ്രായം സുബഹി ബാങ്കിനകത്ത് അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന് വേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. പക്ഷേ നമ്മുടെ നാട്ടിലെ ബാങ്കിലൊക്കെ ഷാഫി മദ്ഹബിൻ്റെ പള്ളികളിൽ നിന്നൊക്കെ വരുന്ന ബാങ്കിൽ അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്നില്ലേ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് ഷാഫി മദ്ഹബിലെ ബാക്കി പണ്ഡിതന്മാർക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ അവരുടെ നിലപാടാണ് ഷാഫി മദ്ഹബ് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്ന് അസ്സലാത്തു ഹൈറും മിനൻ നൗം എന്ന് കേൾക്കുന്നത്. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ആളുകളുടെ മൈൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാഴ്ചപ്പാടാണുള്ളത്. അതേപോലെ തന്നെ ഇവരാരും എന്തവകാശപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞത് അവസാന വാക്കാണെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. ഇവരാണ് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ പണ്ഡിതന്മാരാ പറഞ്ഞത് ഇവർ പറഞ്ഞത് അവസാന വാക്കാണ്, ഇവർ പറഞ്ഞതിനെ കുറിച്ച് ഒരു തെളിവ് അന്വേഷിക്കേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞ പിന്നെ ഇവർ പറഞ്ഞത് മൊത്തം അങ്ങോട്ട് കേട്ടാൽ മതി, ഇവർ പറഞ്ഞതൊക്കെ അള്ളാഹ് ശറയാക്കിയിട്ടുണ്ട് ഇവരാ പറയണത്. ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി പറഞ്ഞ എന്താണ്? ശറഹുൽ മുഹദ്ദബിൽ നമുക്ക് കാണാം. നമ്മുടെ ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബിൽ നമുക്ക് ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ അഭിപ്രായം കാണാം. എന്താ? ഇദാ സ്വഹൽ ഹദീസ്
ഫഹുവ മദ്ഹബി. ഖാല ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ സ്വഹൽ ഹദീസ്, ഒരു ഹദീസ് സ്വഹീഹായി വന്നാൽ ഫഹുവ മദ്ഹബി, അതാണ് എൻ്റെ നിലപാട്, അതാണ് എൻ്റെ അഭിപ്രായം. അന്നാണ് അവർ പറഞ്ഞത്. ഇതിനർത്ഥം എന്താ? എല്ലാ ഹദീസൊന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഹദീസുകൾ വച്ചിട്ടാണ്, ഖുർആനും വച്ചിട്ടാണ് ഞങ്ങൾ നിലപാടുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഹദീസ് വന്നാൽ ആ പ്രവാചകന്റെ സുന്നത്താണ് വലുത്, പ്രവാചകന്റെ സുന്നത്താണ് വലുത്. അത് ബോധ്യപ്പെട്ട രൂപത്തിൽ കിട്ടിയാൽ അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ പിന്നെ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്തുടരല്ല വേണ്ടത് എന്നാണ് ഷാഫി ഇമാം റഹ്മഹുല്ല ജനങ്ങളോട് പഠിപ്പിക്കുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ച, മദീനയിൽ ജനിച്ച, മദീനയിൽ വിഹരിച്ച ഒരു ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ ഔ മർദൂദുൻ. ഈ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഫീ കുല്ലി ഖൗലിൻ, എല്ലാവരുടെ വർത്തമാനങ്ങളിലും, മഖ്ബൂലുൻ ഔ മർദൂദുൻ, സ്വീകരിക്കേണ്ടതുമുണ്ട് തള്ളേണ്ടതുമുണ്ട്, കൊള്ളേണ്ടതുമുണ്ട് തള്ളേണ്ടതുമുണ്ട്. ഇല്ലാ ഖൗലു സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അഭിപ്രായങ്ങൾ തള്ളാനില്ല, കൊള്ളാനേ ഉള്ളൂ. എന്താ കാരണം? അത് ദൈവപ്രചോദിതമാണ്, അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഇമാം മാലിക്കാണ് നമ്മുടെ റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിലുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി ഇവർക്കൊരു തെറ്റും പറ്റൂല, ഇതൊക്കെ അല്ലാഹ് ശറഅക്കിയിട്ടാണെന്ന് പറയുന്നത് എത്ര അപകടകരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഖുതുബ കേൾക്കുന്നവർ ഇത് മനസ്സിലാക്കണം. ഇസ്ലാമിലെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ്, ആ പ്രമാണങ്ങളുടെ വാലിഡിറ്റിയൊക്കെ എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊരു കാര്യം അംഗീകരിക്കാൻ പറ്റുള്ളൂ. അത് ആര് പറഞ്ഞതാണെങ്കിലും ഇവരാരും, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഫിഖ് എന്ന് പറയുന്നത് ഇവരുടെ മസ്തിഷ്കത്തിൽ, ഇവരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. ഖുർആനും സുന്നത്തും വെച്ച് ഇവർ രൂപപ്പെടുത്തിയെടുത്തതാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. അവരുടെ ആ വർക്കുണ്ടല്ലോ, അത് ചില്ലറ വർക്കൊന്നുമല്ലാതെ, അതിനെ നമ്മൾ അങ്ങേറ്റം ആദരിക്കണം, അങ്ങേറ്റം ബഹുമാനിക്കണം. മുസ്ലിം സമൂഹത്തിന്റെ ശരിയായ പ്രായോഗിക ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ഇഖ്ലാസോടുകൂടി വർഷങ്ങളോളം നടത്തിയ അധ്വാന പരിശ്രമങ്ങളുടെ റിസൾട്ടാണത്. അതിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. ആ പണ്ഡിതന്മാരെ നമുക്ക് അവമതിക്കാനും പറ്റില്ല. പക്ഷെ അപ്പേരിൽ ഖുർആനിനും സുന്നത്തിനൊക്കെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാറ്റിനെയും ന്യായീകരിച്ചോളണം എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഫിഖ്ഹിന്റെ അന്തസ് കെടുത്തുന്ന പരിപാടി. എല്ലാത്തിനെയും ന്യായീകരിക്കുക, അന്തസ് കെടുത്തുന്ന പരിപാടി. അതാണ് യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിങ്ങൾക്കും നവനാസ്തികരുടെയും കയ്യിൽ വടി കൊടുക്കുന്ന പരിപാടിയാണത്. സർവോപരി മുസ്ലിം സമുദായത്തെ പ്രതിരോധത്തിലാക്കുന്ന പരിപാടിയും കൂടിയാണത്. എല്ലാറ്റിനെയും ന്യായീകരിച്ച് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇത് വിശദമായി കുറേ കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായി പഠിക്കുക. മദ്ഹബിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എത്രത്തോളമുണ്ട്, ഖുർആനിൻ്റെ സ്ഥാനം എന്താണ്, സുന്നത്തിൻ്റെ സ്ഥാനം എന്താണ്, ഇതൊക്കെ നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ബോധ്യത്തോടെയുള്ള അറിഞ്ഞുകൊണ്ടുള്ള, മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുസ്ലിമായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അല്ലാഹുവേ, അവരൊക്കെ ആരാണെന്നും അവരുടെ പ്രയാസങ്ങളൊക്കെ എന്താണെന്നും രാജാതിരാജനായ നിനക്ക് നന്നായി അറിയാവുന്നവരാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം ആശ്വാസം നൽകി ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.